ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. നമുക്ക് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന്റെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് തന്നെ ഒരു വലിയൊരു ചടങ്ങാണ് അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ തെറ്റിച്ച് കളയും വെപ്രാളം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സൈപ്രോയിലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ തന്നെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവര് 9048900024 9048900054 കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ കാണാലോ. ദ ടേം എക്കോസിസ്റ്റം വാസ് പ്രൊപ്പോസ്ഡ് ബൈ, ഇത് നമ്മുടെ എൻവയോൺമെന്റ് സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? ആർതർ ടാൻസ്ലി. ഓക്കെ, ആർതർ ടാൻസ്ലി. ആൻസർ എന്താണ്? ആർതർ ടാൻസ്ലി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആൻ ആനിമൽ വൈറൽ വെക്റ്റർ. എന്താണ് ഈ വൈറൽ വെക്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഒരു വെക്റ്റർ വഴി അല്ലേ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിപ്പോൾ ആനിമൽസിലൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു ജനറ്റിക് എൻജിനീയറിംഗ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അതിന് പറ്റിയ വൈറൽ വെക്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആനിമൽ വൈറൽ വെക്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ജെമിനി വൈറസ്, അതുപോലെ തന്നെ TMV എന്നൊക്കെ പറയുന്നത് എന്താണ്? ആൻസർ അല്ല കേട്ടോ, നിങ്ങൾ അത് ഓർക്കരുത്. ഇത് രണ്ടും എന്താണ്? പ്ലാന്റ് വൈറസ് ആണ്. അതായത് പ്ലാന്റ്സിലുള്ള ജനറ്റിക് ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വൈറൽ വെക്റ്റർ ആണ് നമ്മുടെ ടുബാക്കോ മൊസൈക് വൈറസ്, അതുപോലെ തന്നെ ജെമിനി വൈറസ് ഒക്കെ. ഓക്കെ, ഇനി നമ്മുടെ CMV എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോമെഗാലോ വൈറസ്. നിങ്ങൾക്ക് അറിയാലോ, സൈറ്റോമെഗാലോ വൈറസ്. ഓക്കെ, നമ്മുടെ ഹെർപ്പസ് വൈറസ്. അപ്പോൾ ആൻസർ എന്താണ്? SV40. ഓക്കെ, നമ്മുടെ ആനിമൽ വൈറൽ വെക്റ്റർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എഡിബിൾ വാക്സിൻ ഫോർ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ആൻസർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? നമ്മൾ ഇതിലൊക്കെ റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ റിസർച്ച് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ അത് നമുക്ക് ഇപ്പോൾ ഷുഗർ ബീറ്റ് ഒരിക്കലും വരുന്നില്ല. ടൊമാറ്റോയിലൊക്കെ റിസർച്ച് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, പൊട്ടറ്റോയിൽ നടക്കുന്നുണ്ട്, ബനാനയിലൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ്, അത് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ എന്താണ് പോകാനുള്ള സാധ്യതയുണ്ട് ചിലതൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പച്ചയായിട്ട് കഴിക്കില്ലല്ലോ പൊട്ടറ്റോ, നമ്മൾ എപ്പോഴും വേവിച്ചല്ലേ കഴിക്കുള്ളൂ. എന്നാലും പൊട്ടറ്റോയിൽ ഇഷ്ടം പോലെ റിസർച്ച് നടക്കുന്നുണ്ട്. ബനാന ആണെങ്കിൽ എന്താ നമുക്ക് കഴിക്കാൻ പഴുത്ത് കഴിയുമ്പോഴത്തേക്കും, പക്ഷെ അത് ഉണ്ടാകാനായിട്ട് കുറച്ചധികം ടൈമും വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു പ്രോപ്പർ വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഇല്ല. ഓക്കെ, എല്ലാത്തിലും റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പം നമുക്കിതിന് ഒരു ആൻസർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിസർച്ച് നടക്കുന്നത് ഏതാണ്? പൊട്ടറ്റോയിലാണ്. അത് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തേ. ഇതിൽ നമുക്ക് ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൻസർ നമുക്ക് പൊട്ടറ്റോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഫോർമാറ്റ് സീക്വൻസസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ബ്ലാസ്റ്റ് സെർവറിൽ ഏതാണ്? നമുക്കറിയാം അല്ലേ, ഫാസ്റ്റ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫാസ്റ്റ, മിക്കവർക്കും അറിയാം ഫാസ്റ്റ. എന്താണ് ഈ MMCIF എന്ന് പറയുന്നത്? അതായത് മാക്രോ മോളിക്കുലാർ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, മാക്രോ മോളിക്കുലാർ ഡേറ്റ. ഫിസ്റ്റ എന്ന് പറയുന്നത് ഇല്ല അല്ലെ. ഇനി PDB ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? PDB എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോട്ടീൻ ആണ് അല്ലെ, 3D പ്രോട്ടീൻ. അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ് സ്ട്രക്ചറിനൊക്കെ നമ്മളത് യൂസ് ചെയ്യും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരുന്നു കഴിഞ്ഞ JS.
ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോട്ടീൻ ഡേറ്റാബേസ്? അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവും അല്ലേ? പക്ഷെ ചിലത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കാണുമ്പോൾ തന്നെ നമ്മൾ പി സ്റ്റാൻഡ് ഫോർ പ്രോട്ടീൻ അല്ലേ? എന്താണ് PIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ ഇൻഫോർമേഷൻ റിസോഴ്സ്. EMBL എന്ന് പറയുന്നത് യൂറോപ്യൻ മോളിക്കുലർ ബയോളജി ലബോറട്ടറി. ഓക്കെ. ഇനി DDBJ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം ഡേറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ. ഡേറ്റ ബാങ്ക് ഓഫ് ജപ്പാൻ. ജെൻബാങ്ക് എന്ന് പറയുന്നത് ജനറ്റിക് സീക്വൻസ് ഡാറ്റാബേസ്. EMBL നമുക്ക് എഴുതാം. EMBL എന്ന് പറയുന്നത് യൂറോപ്യൻ മോളിക്കുലാർ ബയോളജി ലബോറട്ടറി. ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ എക്സിബിറ്റ് ടിൻഡാൽ എഫക്റ്റ്? ആദ്യം തന്നെ നമുക്ക് അറിയണം എന്താണ് ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് കാണിക്കുന്നത് ആരാണ്? മിക്കവാറും ആരാണ്? കൊളോയിഡ്സ് ആണ് കൂടുതൽ. ഓക്കെ. അപ്പോൾ എന്താണ് ടിൻഡാൽ എഫക്റ്റ് എന്ന് നമുക്ക് അറിയണം, കൊളോയിഡ്സ് അറിയണം അല്ലേ? പിന്നെ അതിന് എക്സാമ്പിൾ അറിയണം. അപ്പോൾ വാട്ടർ എന്നുള്ളത് അല്ല എന്ന് നമുക്കറിയാം. ഓക്കെ. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷനും എന്താണ്? ട്രൂ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? മിൽക്കാണ് കൊളോയിഡ്. ഓക്കെ. മിൽക്ക് എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. കാരണം എന്താണ്? മിൽക്കിൽ എന്താണുള്ളത്? ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻ വാട്ടർ. ഓക്കെ. മിൽക്കില് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഉണ്ട്, വാട്ടറിൽ ഇങ്ങനെ കിടക്കുന്നു അല്ലേ? അപ്പോൾ ഇവർ എന്തായിട്ട് ആക്ട് ചെയ്യും? കൊളോയിഡ്സ് ആണ് ഇവർ. ഓക്കെ. അപ്പോൾ ഇവരെന്താണ്? കൊളോയിഡ്സ് ആണ്. അപ്പോൾ നമുക്ക് പറയാം വെൻ ലൈറ്റ് ബീംസ് ഒക്കെ വരുമല്ലോ, അപ്പോൾ എന്ത് പറ്റും? ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് അതിനെ സ്കാറ്റർ ചെയ്യും. ഓക്കെ. അതാണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് ബീംസ് വരുമ്പോഴത്തേക്കും ഒരു സ്കാറ്ററിങ് എഫക്റ്റ് ഉണ്ടാവും. കൊളോയിഡൽ സൊല്യൂഷൻസിന് അത് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ മിൽക്കാണ് ടിൻഡാൽ എഫക്റ്റ് കാണിക്കുന്നത്. ഇനി അടുത്തത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. വാട്ട് ഈസ് ആൻ ഐസോട്ടോണിക് സൊല്യൂഷൻ? ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുമായിരിക്കും അല്ലെ? എന്താണ്? സൊല്യൂഷൻസ് വിത്ത് ഡിഫറൻറ്റ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. അല്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും പ്രശ്നം എന്താണ്? നമ്മൾ ഓടിച്ചെന്ന് ഓക്കെ നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ ഏതാ, അതെ ആദ്യം തന്നെ ഇത് കിടപ്പുണ്ട് അല്ലെ, അത് പോയി ചിലപ്പോൾ നമ്മൾ എഴുതി വെക്കും. അതായിരുന്നു ആൻസർ. കാരണം എന്താ? ഇവിടെ വേറൊരു കാര്യമുണ്ട്. എന്താണ്? ഇതെന്താ? ഇത് തെറ്റാണ്. കാരണം ഇവിടെ എന്താണ്? ഡിഫറൻറ്റ് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് കാണിച്ചേക്കുന്നത്. നമ്മളിവിടെ എന്താണ്? ഐസോട്ടോണിക് സൊല്യൂഷൻ അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ വേണ്ടത്? സൊല്യൂഷൻസ് വിത്ത് സെയിം ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ കൂടുതൽ നമുക്ക് പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് വരും. അതായത് ചിലപ്പോൾ ഒരു 2-3 മാർക്കൊക്കെ ഇങ്ങനെ നമുക്കൊരു നമ്മൾ പെട്ടെന്ന് അല്ലേ, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് വേഗം എഴുതാം എന്നുള്ളതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ തന്നെ ആൻസർ കൊണ്ട് തെറ്റിക്കും അല്ലേ? OMR ഷീറ്റിലാണ് എക്സാമിനെങ്കിൽ നമുക്ക് പിന്നെ അത് തിരുത്താൻ പറ്റില്ല അല്ലേ? ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. കുറേ കുട്ടികൾ എഴുതുന്നതായിരിക്കും. കാരണം ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി അങ്ങനെ ലൈഫ് സയൻസിൽ വരുന്ന മിക്കവർക്കും എഴുതാം, കെമിസ്ട്രിക്കാർക്കും ഒക്കെ. അപ്പോൾ കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ OMR തന്നെയായിരിക്കും എക്സാമിനേഷൻ. അപ്പോൾ ഇങ്ങനത്തെ തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യരുത്. നമുക്ക് എന്തൊക്കെ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്? നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് PSC എക്സാമിനേഷൻ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക പോയിന്റുകൾ. ഓക്കെ. നമ്മൾ ചിലപ്പോൾ എക്സാം ഹോളിൽ പോയിരുന്നുള്ള ഇതാണോ, പഠിക്കാത്ത പ്രശ്നം ഉണ്ടാവും. ചിലവർ പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടാത്തത് ഉണ്ടാവും. അപ്പോൾ എങ്ങനെ പഠിക്കുന്നു, ഏത് രീതിയിൽ പഠിക്കുന്നു, സോഴ്സ് എന്താണ്, റിവിഷൻ ഉണ്ടോ, റീകോൾ ഉണ്ടോ, ടെസ്റ്റ് സീരീസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല പല രീതിയിൽ നമ്മളെ തന്നെ അസസ് ചെയ്ത് നോക്കണം. ഓക്കെ. എന്തൊക്കെയാ പ്രശ്നങ്ങൾ? എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത എക്സാമിന് പഠിച്ച് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ യൂസ്ഡ് ഫോർ ക്യാരിയിങ് റിവേഴ്സ് ഓസ്മോസിസ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഇത് ഈസി ആയിട്ടുള്ളതാണ്. എന്താണ്? സെല്ലുലോസ് അസറ്റേറ്റ് ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ.
ഇനി അടുത്തതൊരു പ്രോബ്ലം ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എപ്പോഴും ഒരു 2-3 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. ചിലവർക്ക് 1 മിനിറ്റ് അല്ലെ 1.5 മിനിറ്റ് കൊണ്ടൊക്കെ തീരും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സൊല്യൂഷൻ കെമിസ്ട്രി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. M1 V1 ഈസ് ഈക്വൽ ടു M2 V2. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ M1 എന്താണ്, M2 എന്താണ്, V1 എന്താണ്, V2 എന്താണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തെറ്റിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്താ തന്നേക്കുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ഇഫ് 125 ml ഓഫ് വാട്ടർ ഈസ് ആഡഡ് ടു 250 ml ഓഫ് 0.5 m പൊട്ടാസ്യം സൾഫേറ്റ് സൊല്യൂഷൻ, വാട്ട് വിൽ ബി ദ മൊളാരിറ്റി ഓഫ് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ അല്ലെ, പുതിയത് ഉണ്ടാവുന്നതിന്റെ. അപ്പോൾ M2 നമുക്ക് ഇവിടെ ഇല്ല. M1 എന്ന് പറയുന്നത് എത്രയാണ്, 0.5 മോളാർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി V1 എന്താണ്, V2 എന്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കും, ഓക്കെ V1 125 ആണോ, നമ്മൾ അതെന്താണ്, വാട്ടർ ആണ് അല്ലെ. 125 വാട്ടർ നമ്മൾ ആഡ് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. ഏതിട്ടാണ് ആഡ് ചെയ്തത്, 250 ml ഓഫ് 0.5 മോളാർ പൊട്ടാസ്യം സൾഫേറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ മൊളാരിറ്റി, പൊട്ടാസ്യം സൾഫേറ്റിന്റെ മൊളാരിറ്റിയാണ് നമ്മൾ M1 അല്ലെ, 0.5. ഓക്കെ, അപ്പോൾ V2 എന്ന് പറയുന്നത് എത്രയാണ്, 250 ml. V1 എന്ന് പറയുന്നത് എന്താണ്, 250 ml. ഓക്കെ, അപ്പോൾ ഇനി V2 നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ V2 കണ്ടുപിടിക്കാനായിട്ട് ഇവർ എത്ര വാട്ടറാണ് ആഡ് ചെയ്തത്, 125 ml ഓഫ് വാട്ടർ 250 ആഡ് ചെയ്തു. അപ്പോൾ V2 എന്ന് പറയുന്നത് 125 പ്ലസ് 250 എത്രയായി, അപ്പോൾ എത്രയാണ് ഇവിടെ വരുന്നത്, 375 ml ആണ് V2 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എഴുതാം. M1 എന്ന് പറയുന്നത് 0.5, M2 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. V1 ഓൾറെഡി തന്നിട്ടുണ്ട് 250 ml. ഓക്കെ, V2 നമ്മൾ കണ്ടുപിടിച്ചു 125 പ്ലസ് 250. അടുത്തത് ഉണ്ടാക്കിയല്ലോ നമ്മൾ V2. അപ്പോൾ ആ ഉണ്ടാക്കിയ V2ന്റെ മൊളാരിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, ഡൈല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആൻസർ എഴുതാം. എന്താണ്, 0.5 താഴെ ആയിരിക്കും മൊളാരിറ്റി. ഓക്കെ, അത് ശരിക്കും അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് കാൽക്കുലേഷനേ ചെയ്യേണ്ട, ആൻസർ നമുക്ക് ഇവിടെ കിടപ്പുണ്ട് അല്ലേ. 0.5നേക്കാളും കുറയുമല്ലോ മൊളാരിറ്റി. എന്നാലും നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ M2 എന്ന് പറയുന്നത് M1 V1 ഡിവൈഡഡ് ബൈ V2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.5 ഇൻറ്റു V1 എന്ന് പറയുന്നത് 250 ഡിവൈഡഡ് ബൈ 375. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 0.33 മൊളാരിറ്റി എന്ന് കിട്ടും ആൻസർ. ഓക്കെ, മനസ്സിലായോ? ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യാതെ തന്നെ ആൻസർ കിട്ടും. എന്നാലും നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് സമയം ഉണ്ടാവും, ചെയ്തു തന്നെ നോക്കണം. ഇപ്പോൾ 0.33 മാത്രം 0.5 നിന്ന് താഴെ കൊടുത്തേക്കുന്നത് കൊണ്ട് അല്ലെ. വേറെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണം അല്ലെ, അല്ലാതെ നമുക്ക് അറിയില്ല. ഇത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ട്രിക്കിലൂടെയും ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സൈപ്രോയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. കോൺടാക്ട് ചെയ്യാൻ 9048900024. ഓക്കെ.